This is anus, this is mouth, this is esophagus, small intestine, then large intestine, rectum and anus. Hello. ഒരു ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ആരോഗ്യമായി. ഹലോ. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇവിടം വരെ ആരോഗ്യമുള്ളവർ കഷ്ടിച്ച് 10%. ബാക്കി 90% ആൾക്കാരും ഇവിടെ എവിടെയോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തോ തകർന്ന ആൾക്കാരാണ്. ഹലോ. അതുകൊണ്ട് സർ നെഞ്ചിടിച്ചാണ് സർ, സർ അസിഡിറ്റി ആണ് സർ, ദഹനമേ ഇല്ല സർ, ശോധന ഇല്ല സർ, ഓൺലി കയറ്റമേ ഉള്ളൂ സർ, ഇറക്കമില്ല സർ. ഇതൊക്കെ ആൾക്കാരോട് പറയുന്നത്. ഹലോ. ക്ലിയർ? ഇതിനെ ശുദ്ധത്തോടെ വെക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി അവലംബനം ചെയ്യണം. അതിനുള്ള ആരോഗ്യകരമായിട്ടുള്ള സോക്കോൾഡ് വ്യായാമം ചെയ്യണം. ഭക്ഷണ പദാർത്ഥങ്ങളും അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പറയുന്ന കുടൽ അബ്സല്യൂട്ട്ലി പുതിയ ഒരു ഓസ് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കണം. ഹലോ. അതാണ് അബ്സല്യൂട്ട്ലി നീറ്റ് ആൻഡ് ക്ലീൻ. ഹലോ. ക്ലിയർ? അങ്ങനെയായിരിക്കും. എന്നാൽ നമ്മൾ ഇതുവഴി ഒരു ഉടുപ്പില്ലാതെ കയറ്റി വിടുന്ന സാധനങ്ങൾ, ഹലോ, അതാണ് ഇവിടെ മുഴുവനും പ്രശ്നമാകുന്നത്. ചില ആൾക്കാർ യാതൊരു മര്യാദയില്ലാതെ കഴിക്കുക, പ്രത്യേകിച്ച് ഒരു കല്യാണത്തിനൊക്കെ പോയാൽ, കാരണം ഫ്രീ ആയി കിട്ടുന്നത് മാക്സി പഠിച്ചേക്കാം, വായന നിറഞ്ഞാലും വിടില്ല, ഇവിടെ വരുത്തി അവസാനം ഇവിടെ ഒരു സ്പിൻഡർ ഉണ്ട് കേട്ടോ, ഒരു മൂടി കൊടുത്ത സാധനം. ഹലോ. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഭാഗത്ത് മാത്രമേ തുറക്കപ്പെടും, അങ്ങനെ പോകും. ഇതാണല്ലോ. അപ്പൊ ഇവിടെയുള്ള ഭക്ഷണം തിരിച്ചു വരത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കഴിച്ച് ഇവിടെ വരുത്തിക്കും. അപ്പോൾ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നുണ്ടോ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കുമ്പോൾ ഈ ആസിഡ് എല്ലാം കൂടി നിങ്ങളുടെ ഈ കെട്ടില്ലേ, സ്പിൻഡർ, അതിന്റെ അവിടെ ഇങ്ങനെ തട്ടി നിൽക്കും. അപ്പോൾ ഇതിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഈ വയറുന്നത് പ്ലേറ്റില് ചോറിട്ടിട്ട് കറിയിട്ടൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയുള്ള സ്ഥലമെങ്കിലും വേണ്ടേ? ഇല്ലെങ്കിൽ എന്താ തലയിലെങ്കിലും ചോറൊക്കെ വെളികൊണ്ട് വീഴും. എന്താ ഇവിടെ അങ്ങനെ ഇതൊന്നും ഇളകാൻ നോക്കുന്ന നേരത്തെ ഇതിന് സ്ഥലമില്ല. അപ്പൊ ഇവർ ഇതിനകത്ത് തട്ടും. അപ്പൊ നെഞ്ചിടിച്ചൊരു ഒരു വർഷം. ഹലോ. ഇനി ഇവിടെ ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫിൽറ്റർ ഇതുവഴി ഒന്നും പോയിട്ടില്ല. പിന്നെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു, കാരണം അവിടെയും പോയി, ആ ഫിൽറ്റർ പോയി. പണ്ടാര പറഞ്ഞല്ലോ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കറങ്ങിട്ട് വെളിയിൽ, അതാ സ്ഥിതി. മനസ്സിലായോ? അപ്പൊ ഈ ഭാഗങ്ങൾ വളരെ ആരോഗ്യപരമായിട്ട് വെക്കണം. വെള്ളം കുടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 4 ലിറ്റർ വെള്ളം. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിച്ച ഉടനെ കുടിക്കാൻ പാടില്ല. ഹലോ. പക്ഷെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. അത് ഏറ്റവും വലിയ തെറ്റ്. ഓക്കെ. പിന്നെ കഴിക്കുമ്പോൾ ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PVMFO. ഈ എഫ് എന്ന് പറഞ്ഞാൽ ഫൈബറാണ്. പിന്നെ ഇത് ശരിക്കും ദഹിക്കണമെങ്കിൽ പ്രോട്ടീൻ കഴിക്കണം.